ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പാസ്ത കസ്റ്റാർഡാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റിച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള നല്ല ജംബോ മക്രോണി കസ്റ്റാർഡ് എന്ന് പറയാം, പാസ്ത കസ്റ്റാർഡ് എന്ന് പറയാം, പേര് വേണം നിങ്ങൾ തന്നെ ഇട്ടോളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും ഒരു പാക്കറ്റ് പാലും 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇതിൽ 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഒരു പാക്കറ്റ് പാലും 1.5 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ തോനെ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഈ റംലാനൊക്കെ അല്ലേ, മധുരത്തിൻ്റെ കളിയാണല്ലോ കിച്ചനൊക്കെ. അപ്പം ഈ പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് കയറി കുടിണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നരിച്ച് കളഞ്ഞ് ലാസ്റ്റ് കസ്റ്റാർഡ് ഞാൻ ഒഴിച്ച് കൊടുത്തു. നന്നായിട്ട് കുറുകി വന്നു. അങ്ങനെ ഞാൻ അതിൽ കുതിർത്തി വെച്ച ചിയാ സീഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ആൽമണ്ട്, കാഷ്യൂ, ബനാന, ഗ്രേപ്സ്, സീഡ്ലെസ്, ഡേറ്റ്സ്, അതുപോലെ വാട്ടർമെലൻ്റെ അങ്ങനെ ഒരു സ്കൂപ്പ് കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർമെലണും ആപ്പിളും ഇത്രയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മക്രോണി അതിൽ വേവിച്ച് ഇടുന്ന വീഡിയോ ഉണ്ടെന്ന് മിസ്സായടാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 കപ്പ് മക്രോണി നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. കുക്കറൊന്നും ഇടരുത്, തിളപ്പിച്ചിട്ട് വേവിച്ചിട്ട് അതിൽ ആഡ് ചെയ്യുക. എന്നതിന് ശേഷം തണുത്തതിന് ശേഷം ആണ് ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചൂടോട് കൂടി തന്നെ പാസ്ത ഒക്കെ നമുക്ക് ആ ഒരു മിക്സിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ചിയാ സീഡ് ഇട്ടതിന് ബാക്കിൽ ഞാൻ പാസ്ത ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചത്. അങ്ങനെയാണ് ആ മധുരമൊക്കെ ആ പാസ്തയിൽ പിടിക്കുള്ളൂ. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സംഭവം നല്ല മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല മിൽക്കി ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. നമ്മുടെ കസ്റ്റാർഡിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും ഈ ഒരു സംഭവം രണ്ടും നന്നായിട്ട് ഒഴിച്ചാൽ കേട്ടോ. പിന്നെ ഞാൻ ആകെ 1/4 കപ്പ് പഞ്ചസാര ടരൻ്റെ ഉള്ളിലായിട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മിൽക്ക് മെയ്ഡും ഒക്കെ വരുന്നതുകൊണ്ട്, പിന്നെ ഷുഗർ അധികം വേണ്ടാന്ന് കരുതിയിട്ടും. അപ്പോൾ ഷുഗർ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആകെ 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡും 1 പാക്കറ്റ് പാലും ഉണ്ടെങ്കിൽ ഇത്രയും കസ്റ്റാർഡ് ഉണ്ടാക്കാം. നല്ല ഫില്ലിംഗ് ആവാനും അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓരോ കമൻറ്റിനും സമ്മാനമുണ്ട് ഈ മാസം ലാസ്റ്റ് കേട്ടോ.